സിസ്റ്റം സെറ്റിങ്സ്. നിങ്ങളെല്ലാവരും ബിസിനസ്സിൽ സിസ്റ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ബിസിനസ്സിനാണോ സിസ്റ്റം വേണ്ടത്, അല്ല നിങ്ങൾക്കാണോ സിസ്റ്റം വേണ്ടത്? ചിലപ്പോൾ ഒരു കുറച്ച് കൺഫ്യൂഷനുള്ള കാര്യമായിരിക്കും. എൻ്റെ എക്സ്പീരിയൻസിൽ 100-ലധികം ബിസിനസ്സുകളിൽ സിസ്റ്റം സെറ്റിങ്സും പെർഫോമൻസ് ഓഡിറ്റിംഗ് നടത്തിയപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞ കുറേ സത്യങ്ങളുണ്ട്. ആ സത്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ സിസ്റ്റം സെറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അധികം ആളുകളും അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും അല്ലെങ്കിൽ അവിടേക്ക് വേണ്ട സോഫ്റ്റ്വെയറുകളും അല്ലെങ്കിൽ IT ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, വർക്ക് കൾച്ചർ എന്ന് പറയുന്നത് പല സ്ഥലത്തും പല രീതിയിലാണ്. നമ്മൾ തന്നെ ചിന്തിച്ചാൽ മതി. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാം. ഒരു നോർമൽ ലൈഫ് പോയിരുന്ന ഒരാൾക്ക് പട്ടാളത്തിൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അയാളുടെ സിസ്റ്റം മാറി, ആ വ്യക്തിയുടെ സിസ്റ്റം മാറി. പിന്നീട് അയാൾ വരുന്നത് വേറെ ലൈഫിലായിരിക്കും അല്ലേ? ഇന്ത്യയിൽ താമസിച്ചിരുന്ന ആൾ കുറച്ച് കാലം ജപ്പാനിൽ പോയി നിന്ന് കഴിഞ്ഞാലോ ജപ്പാനിൽ നിന്ന് വരുന്ന സിസ്റ്റം പറയും. ഇപ്പോൾ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി പറയാം, നമ്മുടെ അടുത്ത കുട്ടികൾക്ക് സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യണം എന്ന് നിർബന്ധമൊന്നുമില്ല. ജപ്പാനിലെ കുട്ടികൾക്ക് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യത്തെ 15 മിനിറ്റ് എന്താണ്, അവിടുത്തെ ആ സ്കൂൾ ക്ലീൻ ആക്കേണ്ടത് അവരാണ്. അത് അവരുടെ ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരുന്ന കാര്യമാണ്. ഇവിടെ പല സമയത്തും ഞാൻ പല കമ്പനികളിലും പോകുന്ന സമയത്ത് ആദ്യം അവിടെ ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ തീർത്തു വരുന്ന സമയത്ത് ആ കമ്പനിക്കൊരു സിസ്റ്റം ഉണ്ടാക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ട് ആ വ്യക്തിക്കൊരു സിസ്റ്റം ഉണ്ടാക്കാനായിരിക്കും. ഞാൻ ആരുടെയും കുറ്റം പറയുന്നതല്ല. നിങ്ങൾക്കൊരു സിസ്റ്റം നിങ്ങളുടെ കമ്പനിയിൽ ബിൽഡ് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആസ് എ ബിസിനസ് ഓണർ, ആസ് എ മാനേജർ അല്ലെങ്കിൽ ആസ് എ CEO എൻ്റെ സിസ്റ്റം എന്തെന്നാണ്, എൻ്റെ സിസ്റ്റം എന്താണ് എന്നതിനെ കുറിച്ചിട്ട് ചിന്തിക്കുകയാണ്. എന്താണ് ഒരു ഓൺടർപ്രണർക്ക് ഉണ്ടായിരിക്കേണ്ട സിസ്റ്റം? ബേസിക് ആയിട്ടുള്ളൊരു 4 കാര്യങ്ങൾ ഞാൻ പറയാം. ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഈ കാര്യങ്ങളാണ് ആദ്യം നിങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് വേണം കമ്പനിയിലേക്ക് സിസ്റ്റം കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ. 1, എന്താണ് ബേസിക് ആയിട്ടുള്ള നിങ്ങളുടെ പേഴ്സണൽ ഗോൾ? പേഴ്സണൽ ഗോൾ എന്താണ്? നിങ്ങളുടെ ഹെൽത്ത് ഗോളും ഫിനാൻഷ്യൽ ഗോളും വെൽത്ത് ഗോളും ഇൻ്റലക്ച്വൽ ഗോളൊക്കെ എന്താണ് നിങ്ങൾ വിലയിരുത്താറുണ്ടോ? സെക്കൻഡ്, എന്താണ് നിങ്ങളുടെ കമ്പനിയുടെ ഗോൾ? തേർഡിലേക്ക് വരുമ്പം നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫ് നിങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ടോ? ഓരോ ദിവസത്തെയും കാര്യങ്ങൾ അതാത് ദിവസം നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളും അതേപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളും എഴുതി വെക്കാറും അതിനെ അനലൈസ് ചെയ്യാറുണ്ടോ? മീൻസ് എല്ലാ ദിവസവും ടു ഡു ലിസ്റ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം നിങ്ങൾക്കുണ്ടോ? 4-മത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കമ്പനിയുടെ ഫിനാൻസ് റെഗുലറായിട്ടും വീക്കിലി നിങ്ങൾ ചെക്ക് ചെയ്യാറുണ്ടോ? ഈ 4 കാര്യം നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനി സിസ്റ്റത്തിലേക്ക് എത്താനുള്ള ഫസ്റ്റ് സ്റ്റെപ്പായി. ഇതിനെ തന്നെ ഒരു കോപ്പി പേസ്റ്റ് അവിടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പനി സിസ്റ്റം ആക്കാൻ സാധിക്കും. അതായത് നിങ്ങളുടെ ആദ്യം നിങ്ങൾക്ക് അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. കമ്പനിക്ക് വരുന്ന 7 എസെൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റുകൾ അല്ലെങ്കിൽ 7 അധികം വരുന്നതിൽ 7 എസെൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കാം. ആ ഡിപ്പാർട്ട്മെൻറ്റുകൾ നിങ്ങൾ എവിടെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഏത് ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യാനാണ് നിങ്ങൾക്ക് ഏറ്റവും താല്പര്യം? ഇപ്പോൾ എൻ്റെ ഒരു ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ, എൻ്റെ ഓഫീസിലേക്ക് നോക്കുകയാണെങ്കിൽ, എൻ്റെ ഓഫീസിൽ എനിക്ക് ഏറ്റവും സെയിൽസിലോ മാർക്കറ്റിങ്ങിലോ ഒന്നുമല്ല വർക്ക് ചെയ്യാൻ താല്പര്യം. എനിക്ക് ഏറ്റവും വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഏരിയ എന്ന് പറയുന്നത് ഓപ്പറേഷനിലാണ്. വേറെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവനോട് ഞാൻ ചോദിച്ച സമയത്ത് അവന് ഏറ്റവും താല്പര്യം സെയിൽസാണ്. അപ്പോൾ ബാക്കിയുള്ള ഏതൊക്കെ ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്യണം, എന്തായാലും നമ്മൾ മസ്റ്റായിട്ടും ഫിനാൻസിൻ്റെ ഒരു പാർട്ടിൽ നമ്മളെപ്പോഴും അതിൻ്റെ ഒരു അനലൈസിങ് നമ്മൾ ഉണ്ടായിരിക്കണം. ഇത് എവിടെയാണെന്നുള്ളത് ഫൈൻഡ് ചെയ്യലാണ് അടുത്തൊരു പടി എന്ന് പറയുന്നത്. അങ്ങനെ ബേസിക്കായിട്ട് നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടാകുന്ന സമയത്ത് മാത്രമാണ് നിങ്ങളെ കമ്പനിക്കും കൂടെ ഒരു സിസ്റ്റം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കും. ഇനി ഇങ്ങനെ ഒരു സിസ്റ്റം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കാത്തൊരു വ്യക്തി നിങ്ങളെങ്കിൽ നിങ്ങൾ ആ ബിസിനസ് ഡയറക്റ്റ്ലി ഇൻവോൾവ് ആകുന്ന മാറ്റി നിർത്തിയിട്ട് ഈ ടീമിനെ മാനേജ് ചെയ്യാൻ നല്ലൊരു CEOനെയോ അല്ലെങ്കിൽ നല്ലൊരു ജനറൽ മാനേജറെ ഏൽപ്പിച്ചിട്ട് അവരുടെ സിസ്റ്റത്തിലൂടെ കമ്പനിയിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. നമ്മുടെ ഓഫീസിൻ്റെ സിസ്റ്റം എങ്ങനെയാണ് സെറ്റ് ചെയ്യണം പിന്നീട് ചർച്ച ചെയ്യണം. അതിനാദ്യം നമ്മൾ സിസ്റ്റം, കമ്പനിയുടെ സിസ്റ്റം എന്താണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടതുണ്ട്. അതിനുശേഷം പ്രോസസ്സ് എന്താണെന്ന് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. അതിനുശേഷം ഡോക്യുമെൻറ്റേഷൻ എന്താണ് സംസാരിക്കേണ്ടത്, അതിനുശേഷം ട്രെയിനിങ് എന്താണ് സംസാരിക്കാനുണ്ട്. വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ അതെല്ലാം സംസാരിക്കുന്നതാണ്. എൻ്റെ പേര് സെയ്ഫ് വളപ്ര, ദ ബിസിനസ് ക്ലാരിറ്റി മെൻറ്റർ. കഴിഞ്ഞ 7 വർഷമായിട്ട് പല കമ്പനികളിലും ഇതേപോലെ സിസ്റ്റം സെറ്റ് ചെയ്ത് കൊടുക്കാനും അവിടെ ബിസിനസ്സിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാനും ടീമിൻ്റെ പെർഫോമൻസ് കൂട്ടാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം എക്സ്പീരിയൻസുകൾ ഈ ചാനലിലൂടെ ഇനി ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. എൻ്റെ ഈ 7 വർഷത്തെ ജേർണിയിലുണ്ടായിരുന്ന എൻ്റെ എല്ലാ അനുഭവങ്ങളും നിങ്ങളുമായിട്ട് പങ്കുവെക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഇനി നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഇതിൻ്റെ പോഡ്കാസ്റ്റ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഈ ചാനൽ എൻ്റെ പുതിയ ചാനലാണ്. ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ള ബിസിനസ് മെമ്പേഴ്സിലേക്ക് ഇത് എത്തിക്കാനും ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. താങ്ക് യു.